ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പക്കവടൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, ഒരു സവാള, ചെറിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് എത്ര കൂടുതലെടുത്താലും നല്ലതാണ് കേട്ടോ. കറിവേപ്പില ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇതിലേക്കുള്ള മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്തതും ഇഞ്ചി കട്ട് ചെയ്തതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ലേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പക്കവടൻ്റെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 കപ്പ് മൈദക്ക് 1 കപ്പ് കടലമാവ് എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മൈദ എടുക്കുമ്പോൾ നമ്മളൊന്ന് അരിച്ചിട്ട് എടുക്കണം കേട്ടോ. മൈദയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും, അപ്പോൾ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ മൈദയും കടലമാവൊക്കെ അരിച്ചെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വേണം കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് അങ്ങ് ചേർത്താൽ നന്നായിട്ടാണ് ലൂസായി പോകും. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലേശം ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഞാൻ കാണാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനൊരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, മല്ലിയില, പുതിനയില, പച്ചമുളക്, വലിയുള്ളി, തക്കാളി, ഇത്ര ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും സുർക്കയും ഒഴിച്ചിട്ട് നമുക്കുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഫുഡ് കളറൊക്കെ ചേർക്കാവുന്നതാണ്. നല്ലൊരു കളറിനും ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമ്മുടെ മാവ് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ പക്കവട ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ പക്കവട ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒരു ഭാഗം ഒന്ന് നന്നായി വെന്ത് വീർത്ത് വന്നതിന് ശേഷമേ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പക്കവടയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ പക്കവടയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.